ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ സൈറ്റിൽ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ചെയ്യാനാണ് വരുന്നത്. അതെങ്ങനെയൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഇവിടെ ഒരു കിച്ചൺ ലൈൻ ഉണ്ടായിരുന്നു, 2 ഇഞ്ച് കിച്ചൺ ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ ലൈനും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് പൈപ്പ് ഇട്ടാണ് അതിൻ്റെ ഔട്ട് എടുക്കുന്നത്. ഓക്കെ, വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോലുള്ള ഔട്ട് എടുക്കുന്ന നമ്മൾ ആ കിച്ചൻ്റെ അതിൽ തന്നെ നമ്മൾ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ആ ഒരു ടീയും 2 ഇഞ്ച് ഒരു ടീയും 2.1 ബുഷും ആ ടീയിൽ ഒട്ടിച്ചാണ് നമ്മളവിടെ നിന്ന് കണക്ഷൻ എടുക്കുന്നത്. എന്നിട്ട് ഒരു ലോങ് സോക്കറ്റ് അടിച്ച് ചൂടാക്കി സോക്കറ്റ് അടിച്ച് ടീ ഒട്ടിച്ചാണ് നമ്മൾ അവിടെ നിന്ന് കണക്ഷൻ എടുത്തത്. വാട്ടർ ലൈൻ ഇവിടെ പിന്നെ 3/4 ഇഞ്ച് പൈപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 1 മീറ്റർ നമ്മൾ 3/4 ഇഞ്ച് പൈപ്പ് വാങ്ങി. പിന്നെ ഇവിടെ CPVC പൈപ്പ് കിടന്ന്, അപ്പോൾ നമ്മൾ ആ 3/4 ഇഞ്ച് പൈപ്പ് ചൂടാക്കി ഒരു സോക്കറ്റ് ലോങ് സോക്കറ്റ് അടിച്ച് അതിൽ CPVC പശ തേച്ച് ഒട്ടിക്കുക ചെയ്തത്. ലീക്കൊന്നും വരില്ല. നമ്മളിത് ഒരുപാടടുത്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെയ്ക്കും ലീക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് അങ്ങനെ അവിടെ നിന്ന് ഒരു 1.5-2 മീറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ അവർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഔട്ടും ഇന്നും ഇവിടെ കൊണ്ടുവന്ന് ക്ലാമ്പ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പം ടാപ്പ് വയ്ക്കേണ്ടെന്ന് പറഞ്ഞ് ടാപ്പ് അവർ വാഷിംഗ് മെഷീൻ കൊണ്ടുവരുമ്പോൾ അതനുസരിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു റെഡ്യൂസിങ് എൽബോയിൽ ഒരു പ്ലഗ് ഇട്ട് ക്ലോസ് ചെയ്താണ് വയ്ക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു വട്ടം കൂടെ വരേണ്ടി വരും. ഇപ്പോഴേ നമ്മൾ ടാപ്പ് ഇട്ട് വെച്ചാൽ അവർക്കത് കണക്ട് ചെയ്യാൻ പാടായിരിക്കും. എന്തായാലും നമ്മളെ വിളിക്കും. അപ്പോൾ ടാപ്പ് ഇടാമെന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.